രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിൽ പ്രകോപിതരായി ഭരണപക്ഷത്തെ അംഗങ്ങൾ. രാജ്യസഭയിൽ വിഷയത്തെ ഒബിസിക്കാരനായ കർഷകന്റെ മകനെ നീക്കം ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നാക്കി ബിജെപി എംപിമാർ. ലോക്സഭയിൽ ഭരണഘടനാ വിഷയത്തിൽ പ്രതിപക്ഷത്തിനു വേണ്ടി ചർച്ച ആരംഭിച്ച പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി പ്രസംഗം. രാജ്യസഭയിൽ ജഗ്ദീപ് ധൻഖറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ വൻ ബഹളമാണ് ഇന്നും ഉണ്ടായത്. പ്രതിപക്ഷം രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബിജെപി ആരോപിച്ചു. വളരെ പെട്ടെന്നാണ് അവിശ്വാസ പ്രമേയമെന്ന കാര്യം ഒബിസിക്കാരനായ കർഷകനെതിരെയുള്ള പ്രതിപക്ഷ നീക്കമാക്കി ഭരണപക്ഷം മാറ്റിയത്. ഒബിസി വിഭാഗത്തിനും കർഷകർക്കും എതിരാണ് നിലവിലെ പ്രതിപക്ഷമെന്ന് ആരോപണം. രാഷ്ട്രപതിയെ അടക്കം നെഹ്റു പോലും അപമാനിച്ചിട്ടുണ്ട് എന്നും ഭരണപക്ഷം. ഇതോടെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തെ വിമർശിച്ച് ജഗ്ദീപ് ധൻഖറും രംഗത്ത് വന്നു. പ്രമേയം കൊണ്ടുവരുമ്പോൾ ചട്ടങ്ങളെങ്കിലും പാലിക്കണമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ. കർഷകന്റെ മകനാണ് താനെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് ധൻഖർ. പ്രതിപക്ഷം അവരോടുള്ള പക്ഷപാതം ചൂണ്ടിക്കാട്ടി. രാജ്യസഭാ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നും തിരിച്ചു മാത്രം ബഹുമാനം ആഗ്രഹിക്കരുത് എന്നും കോൺഗ്രസ്. ഭരണപ്രതിപക്ഷ നേതാക്കളെ ചേംബറിലേക്ക് വിളിപ്പിച്ച് അധ്യക്ഷൻ സഭ ഇന്നത്തേക്ക് പിരിയുകയാണ് എന്ന് വ്യക്തമാക്കി. ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയിൽ ഭരണപക്ഷത്തിനു വേണ്ടി രാജ്നാഥ് സിംഗ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രതിപക്ഷത്തിനു വേണ്ടി പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി പ്രസംഗം. രാജ്യത്തെ പ്രശ്നങ്ങൾ മുതൽ സർക്കാരിന്റെ പരാജയങ്ങൾ വരെ എണ്ണി പ്രിയങ്ക സഭയിൽ സംസാരിച്ചു. വയനാട് ദുരന്തവും വനിതാ സംവരണവും ബാലറ്റ് പേപ്പർ തിരഞ്ഞെടുപ്പും ജാതി സെൻസസും ഉൾപ്പെടെ പ്രിയങ്കയുടെ പ്രസംഗത്തിൽ ഇടം നേടി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.